നമ്മളോട് ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു തുക കടം ചോദിക്കുകയാണ്. നമ്മൾ അയാൾക്ക് ആ തുക കടം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആ വ്യക്തിയെ അറിയുമോ എന്നുള്ള കാര്യമാണ്. അതായത് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഒരിക്കലും അത് ചെറുതോ വലുതോ ആയ ഒരു തുക നമ്മൾ കടം കൊടുത്തോളന്നില്ല. ഇനി നമുക്ക് കുറച്ച് അറിയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നീട് നോക്കുന്ന കാര്യം, ചെറുതായെങ്കിലും നമ്മളൊന്ന് ആലോചിക്കുന്ന കാര്യം, ഇയാൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ചു തരുമോ എന്നുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ അയാൾ ഇത്തരത്തിൽ ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തൊരു ചരിത്രമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സാധാ ഒരു രണ്ട് മനുഷ്യന്മാർക്കിടയിലെ കൊടുക്കൽ വാങ്ങലുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ആലോചനകളെ കുറിച്ചാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സംഗതിയും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെ അറിയാവുന്ന ഒരാളല്ല നമ്മൾ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ വായ്പയ്ക്കായി സമീപിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത്. നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന കുറച്ച് ആധാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡൻറ്റിറ്റി രേഖകൾക്കപ്പുറം നമ്മളെ കാര്യമായിട്ട് ഈ പറയുന്ന ബാങ്കിന് അറിയില്ല. നമുക്കൊരു വായ്പ അനുവദിച്ചാൽ എന്തായിരിക്കും ഭാവി എന്നുള്ളതിനെക്കുറിച്ച് പല ബാങ്കുകൾക്കും അറിയാൻ കഴിയില്ല. അത്തരം അറിയാതെയുള്ള സാഹചര്യത്തിൽ അവരൊരു റിസ്ക് എടുക്കാൻ അവർക്ക് പറ്റില്ല. ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ക്രെഡിറ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് സ്കോറും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കോറിംഗ് സമ്പ്രദായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് സിബിലാണ്. നമ്മുടെ നാട്ടിലെ നാഷണലൈസ്ഡ് ബാങ്കുകളാവട്ടെ നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് സിബിലിനെയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ക്രെഡിറ്റ് ബ്യൂറോകളുണ്ട്. എക്സ്പീരിയൻ, CRIF ഒക്കെ പോലെയുള്ള സ്കോറിംഗ് സിസ്റ്റംസ് ഒരുപാടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നതും സിബിലിനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സിബിൽ സ്കോർ എന്നുള്ളതാണ് ഒരു കോമൺ ആയിട്ടുള്ള, അതായത് ക്രെഡിറ്റ് സ്കോറിനെ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള നെയിമിലാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും സിബിലിനെയാണ് എന്നുള്ളത് ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നു എന്നുള്ളതും കൊണ്ടും കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം കുറച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇപ്പോൾ ഒരുപാട് തേർഡ് പാർട്ടി ആപ്പുകളിലൂടെ തന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പുറമെ തന്നെ സിബിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വർഷത്തിൽ ഒരു തവണ നമുക്ക് സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ എടുക്കണം. അപ്പോൾ നമുക്ക് റിയൽ ടൈം ആയിട്ട്, അതായത് ഇന്നൊരു അപ്ഡേറ്റ് നമ്മുടെ സ്കോറിൽ വന്നാൽ ഇന്ന് തന്നെ നമുക്ക് അറിയാനുള്ള ഒരു സംവിധാനമുള്ള സബ്സ്ക്രിപ്ഷൻ പാക്കേജുകൾ സിബിലിനുണ്ട്. ഇതിന് പുറമേ തന്നെ തേർഡ് പാർട്ടി ആപ്പുകൾ, അതായത് ഇപ്പോൾ മറ്റ് ആപ്പുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ പേ ഇപ്പോൾ സിബിൽ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ പേയിലെ ഏറ്റവും അവസാനം നമ്മൾ ആ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ ഏറ്റവും അവസാനം പോവുകയാണെങ്കിൽ ചെക്ക് യുവർ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയിട്ട് വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട്. അത് നമുക്ക് ഓരോ 30 ഡേയ്സിലും നമുക്ക് റീഫ്രഷ് ചെയ്യാനും പറ്റും. അതായത് ഇന്നൊരെണ്ണം നോക്കി അടുത്ത 30 ദിവസത്തിന് ശേഷം നമ്മുടെ സ്കോറിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് വീണ്ടും ഒരു മാസം കിട്ടും. അതിനുശേഷം അടുത്ത മാസം വളരെ സൗജന്യമായിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതിലൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിലും നമ്മളുടെ ലോണുകളുടെ ഹിസ്റ്ററി, അതിൻ്റെ തിരിച്ചടവുകൾ, അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്, എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ തെറ്റില്ലാത്ത രീതിയിൽ ഗൂഗിൾ പേയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അവർ സിബിലിൽ നിന്ന് ഒഫീഷ്യലി ഫെച്ച് ചെയ്തെടുത്തുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ മറ്റ് ആപ്പുകളും ഉണ്ട്. വൺ സ്കോർ ഒക്കെ പോലെയുള്ള ആപ്പുകളിലൊക്കെ തന്നെ നമുക്ക് ഈ സിബിൽ സ്കോറിന് പുറമേ തന്നെ എക്സ്പീരിയൻ എന്ന് പറയുന്ന മറ്റൊരു സ്കോറും കൂടെ നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ CRIF എന്ന് പറയുന്ന സ്കോർ നോക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്കോറിംഗ് സിസ്റ്റങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളത് സിബിൽ സ്കോറാണ്. ഞാൻ ഇനി ഇതിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിബിൽ സ്കോർ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കോറിന് ചെറിയ തോതിലെങ്കിലും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ സ്വയമേവ സെൽഫായിട്ട് ഇത് ചെക്ക് ചെയ്യുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടുള്ള കാര്യമല്ല. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ആരും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവനവൻ്റെ സിബിൽ സ്കോർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഗൂഗിൾ പേ വഴിയോ അതല്ലെങ്കിൽ വൺ സ്കോർ എന്ന് പറയുന്ന ആപ്പ് വഴിയോ എങ്ങനെയാണെങ്കിലും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളറിയാത്തൊരു ലോൺ അതിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൃത്യമായി തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന ലോൺ തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ ഇടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.
അതായത് നിങ്ങൾ അറിയാത്തൊരു ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ സിബിൽ ഡിസ്പ്യൂട്ട് സമർപ്പിച്ചിട്ടോ നിങ്ങൾക്ക് ആ ഒരു ലോൺ അക്കൗണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കും. അതൊരു വലിയ ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് തന്നെ 1-2 മെയിൽ ത്രൂ തന്നെ അത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ള ലോൺ തന്നെ ആയിരിക്കണം അത്തരത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവരെ മാറ്റിത്തരും. കാരണം ഇതൊക്കെ തന്നെയും സിസ്റ്റമാണ് ചെയ്യുന്നതുണ്ടെങ്കിലും എല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തെറ്റ് മനുഷ്യ സഹജമാണ്, തെറ്റ് പറ്റും. അത്തരത്തിലുള്ള നമ്മുടെ തെറ്റായ രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ എൻ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോറിനെ അത് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ കറൻ്റ്ലി നിങ്ങളൊരു ലോൺ നോക്കുന്നില്ലെങ്കിലും ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും നിങ്ങളൊരു ലോണിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ലോൺ നിങ്ങളുടെ പ്രൊഫൈലിൽ കിടക്കുകയും സ്കോർ അതിൻ്റെ പേരിൽ ഇടിഞ്ഞു കിടക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സിബിലിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കില്ല. ഇതൊരു വളരെ ക്വിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല സിബിൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, അതായത് ഡെയിലി ബേസിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള റെഗുലേഷൻസ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പീരീഡ് നമ്മളിതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതൊന്ന് അപ്ഡേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാമല്ലോ, ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിനൊരു റെസ്പോണ്ട് കിട്ടി, നമ്മുടെ സൈഡിൽ നിന്ന് മറ്റൊരു റെസ്പോണ്ട് ചെന്ന് ഇതൊന്ന് സോൾവ് ആയി കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യമായിട്ടൊരു ലോണിന് ചെല്ലുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലൊരു എറർ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ലോൺ ആവശ്യമില്ല എങ്കിൽ പോലും ഈ ഒരു ഇതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കോർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ സ്കോറിൽ യാതൊരു ഇടിവും വരത്തില്ല. ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്കുകളോ അതല്ലെങ്കിൽ മിസ്മാച്ചുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഹൈലൈറ്റ് ചെയ്യുക, എസ്കലേറ്റ് ചെയ്യുക, റിസോൾവ് ചെയ്യുക. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഇഷ്യൂ ആണ്, നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ടുള്ള ഒരു ലോണ് അത് നിങ്ങൾ അടച്ചില്ല, കൃത്യസമയത്ത് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മിസ്റ്റേക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ. അതായത് 5-ാം തീയതിയോ 2-ാം തീയതിയോ, ഒരു മാസത്തിൻ്റെ 2-ാം തീയതിയോ 5-ാം തീയതിയോ ഉള്ള ഒരു EMI ഡേറ്റിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയി EMI ഡെബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ധനകാര്യ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങളത് ഓവർ ഡ്യൂ വരുത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഇടിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഓവർ ഡ്യൂസ് ആണ്, അതായത് EMI തെറ്റിക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് ധനകാര്യ സ്ഥാപനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാര്യം നിങ്ങൾ ബാങ്കിനെ അതല്ലെങ്കിൽ ഈ ധനകാര്യ സ്ഥാപനത്തെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് നിങ്ങൾക്ക് മാറ്റിത്തരും. നിങ്ങൾ മനഃപൂർവ്വം വീഴ്ച വരുത്തിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടവ് തെറ്റി എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിലോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കത് മാറ്റിത്തരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടേതല്ലാത്തൊരു കാരണത്താൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്നൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് തിരുത്തും. അതൊരു മെയിലിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലോൺ അക്കൗണ്ട് നമ്പറും ഇതിൽ EMI ഇന്നതാണെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അറ്റാച്ച് ചെയ്തൊരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ബാങ്ക് അത് അഡ്രസ്സ് ചെയ്യുകയും അതവർ മാറ്റി തരികയും ചെയ്യും. പിന്നെ ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ക്രെഡിറ്റ് സ്കോർ റിപ്പയർ ചെയ്യുന്ന തരത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ പരസ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രങ്ങളിൽ ക്ലാസിഫൈഡ് ചില പരസ്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഓട്ടോറിക്ഷയുടെ ഒക്കെ പുറകിൽ ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെ അവർക്കും റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ എടുത്തിട്ട് മനഃപൂർവ്വം അതല്ലെങ്കിൽ മനഃപൂർവ്വം ആരും തിരിച്ചടവ് വരുത്തുന്നു എന്ന് ഞാൻ പറയല്ല. ഒരു ലോൺ അടവ് തെറ്റി, നിങ്ങൾക്ക് വരുമാനം നഷ്ടപ്പെട്ടതിൻ്റെ പുറത്ത് ഒരു ലോൺ അടവ് തെറ്റി അതിൻ്റെ പുറത്ത് നിങ്ങളുടെ EMI ബൗൺസായി അതവർ റിപ്പോർട്ട് ചെയ്തൊരു സാധനം തിരുത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൻ്റെയോ ക്രെഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്ത് തിരുത്തിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ മൊബൈൽ ആപ്പ് വഴിയൊക്കെ എടുത്തിട്ട് അതിനുശേഷം തിരിച്ചടവ് പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ജസ്റ്റ് ഒരു NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം സർവീസ് പ്രൊവൈഡേഴ്സിന് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഫൈനോ അതിൻ്റെ ഫൈനിൻ്റെ ഇരട്ടിയോ ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത്തരം തിരുത്തൽ സാധ്യമാകുമായിരിക്കും. പക്ഷേ ഒരു വലിയ സ്ഥാപനത്തിന് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ലോൺ നിങ്ങൾ തിരിച്ചടവ് തെറ്റിക്കുകയും അവരത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് നിങ്ങളുടെ സ്കോറിൽ ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. ഭാവിയിലൊരു തിരിച്ചടവ് തെറ്റിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് അതിൽ ചെയ്യാനുള്ളത്. SBIയുടെ കയ്യോ കാലോ പിടിച്ചിട്ടോ നിങ്ങൾ എത്ര പേർക്ക് കൈക്കൂലി കൊടുക്കും അത്തരത്തിലൊരു സ്കോറിലൊരു തിരുത്ത് വരുത്താൻ വേണ്ടിയിട്ട്? അതല്ലെങ്കിൽ നിങ്ങൾ ആ തിരിച്ചടവ് തെറ്റിച്ചിട്ടില്ല എന്നൊരു റെക്കോർഡ് തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് SBIക്ക് ബ്രൈബ് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ പെടാതിരിക്കുക. നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്കോറിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഈ ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ട് തിരുത്ത് വരുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഏകദേശം നമ്മളൊരു തിരിച്ചടവിൽ മുടക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 7 വർഷത്തോളം നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ ഈ ഒരു സംഗതി കിടക്കും എന്നുള്ളതാണ് റിമാർക്കായിട്ട്. നമ്മളൊരു ലോൺ എടുത്ത് അതിലൊരു തിരിച്ചടവ് മുടക്കി എന്നുള്ള കാര്യം 7 വർഷം ഹിസ്റ്ററിയിൽ കാണുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലോൺ എടുത്തു, അത് നമ്മുടെ തിരിച്ചടവുകൾ ഒരുപാട് മുടങ്ങി,
അതിനുശേഷം ബാങ്ക് ഗത്യന്തരമില്ലാതെ നമ്മളോട് പറയുകയാണ് 10 ലക്ഷം ലോൺ എടുത്തത് നമ്മളൊരു 2-3 ലക്ഷം രൂപ തിരിച്ചടച്ചു, അതിലൊരു 7 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ബാങ്ക് നമ്മളോട് പറയുകയാണ് 7 ലക്ഷം ഒന്നും വേണ്ട, നിങ്ങളൊരു 3-4 ലക്ഷം രൂപയ്ക്ക് അതൊന്ന് സെറ്റിൽ ചെയ്ത് തരൂ, ലോൺ ക്ലോസ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് നമ്മൾ ഈ 4 ലക്ഷം രൂപ കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. ബാങ്കിനൊരു ലോസ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് തിരിച്ചടവുകളിൽ തെറ്റുവരുത്തുകയും ചെയ്തു. ഒരു സെറ്റിൽമെൻറ്റ് എമൗണ്ടിന് നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ലോണിനെ കുറിച്ച് പ്രതീക്ഷിക്കരുത്. അതായത് പലപ്പോഴും പലരും അബദ്ധം ചെയ്യുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ വല്ല ചെറിയ തുക എന്തെങ്കിലും തന്നെയും നമ്മൾ സെറ്റിൽമെൻറ്റ്, അതായത് കുറച്ച് ഡിസ്കൗണ്ട് തരുമോ, അതല്ലെങ്കിൽ അതായത് ഒരു തിരിച്ചടവൊക്കെ മുടങ്ങുന്ന സമയത്ത് പൊതുവെ ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ബാങ്ക് ചിലപ്പോൾ ഓഫർ ചെയ്യുകയും ചെയ്യും, ഈ ഒരു തുകയ്ക്ക് ആണെങ്കിൽ 1 ടൈം സെറ്റിൽമെൻറ്റ് ചെയ്ത് തരാമെന്നുള്ള രീതിക്ക് പറയും. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എസ് പറയും. കാരണം നമുക്കൊരു 10,000-2,000 കുറഞ്ഞ് കിട്ടുന്നത് എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മളത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നത്. അത്തരമൊരു സാഹചര്യത്തിലും ശ്രദ്ധിക്കണം. റിട്ടേൺ ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക, സെറ്റിൽഡ് എന്ന് തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് ബാങ്ക് മാർക്ക് ചെയ്യും. അത്തരം സാഹചര്യങ്ങളിലും ഫ്യൂച്ചറിൽ ഒരു ധനകാര്യ സ്ഥാപനങ്ങളും നമുക്ക് ലോൺ തരില്ല. കാരണം വിസിബിളാണ്, നമ്മളൊരു മുൻകാലത്തിലൊരു ലോൺ എടുത്തതിന് ശേഷം അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ നമ്മൾ സെറ്റിൽ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന ബാങ്കിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അൺസെക്യൂർഡ് ലോണിനെ കുറിച്ച് നിങ്ങൾ പിന്നെ പ്രതീക്ഷിക്കുകയേ വേണ്ട. ലൈക്ക് പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡുകൾ പോലെയുള്ള ലോണുകളെക്കുറിച്ച് പ്രതീക്ഷിക്കുകയേ വേണ്ട. പിന്നെയും ചിലപ്പോൾ വല്ല അഫിഡവിറ്റ് കൊടുത്തിട്ടോ അതല്ലെങ്കിൽ മാനേജറുടെ റിസ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സെക്യൂർഡ് ലോൺസ് കിട്ടിയേക്കാം. വാഹന ലോൺ പോലെയുള്ള, അതല്ലെങ്കിൽ ഹോം ലോണൊക്കെ പോലെയുള്ള ലോണുകൾ കിട്ടിയേക്കാം. പക്ഷേ ഒരു അൺസെക്യൂർഡ് ലോൺ നിങ്ങൾക്ക് ഒരു ധനകാര്യ സ്ഥാപനവും പിന്നീട് നൽകിക്കൊള്ളുന്നില്ല. സോ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ലോൺ എടുത്തതിന് ശേഷം പിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിനേക്കാൾ വളരെ ഡേഞ്ചറാണ് ഈ പറയുന്ന ഒരു ലോൺ എടുത്തത് സെറ്റിൽമെൻറ്റിലൂടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ ക്രൂഷ്യലാണ് നമ്മളുടെ ഇത്തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നാളെ കാരണം നമ്മുടെ നാടിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ലോണുകളിലൂടെയാണ്. ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തരത്തിലുള്ള വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമുക്ക് ലോൺ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഒരു കൊറോണയ്ക്ക് ശേഷമൊക്കെയാണ്. ആധാറും പാൻ കാർഡും ഒക്കെ ലിങ്കായി മൊത്തത്തിൽ ബാങ്കുകൾക്ക് നമ്മളെക്കുറിച്ച് അറിയാനും നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത, നമ്മളെക്കുറിച്ച് വെരിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ വാരിക്കോരി ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവും. നമുക്ക് ഒരു കാലം വരെ നമ്മുടെ നാട്ടിൽ ഈ EMI ഒരു ഫോൺ കിട്ടുക എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചേക്കാം, കൺസ്യൂമർ ലോൺസിൻ്റെ മഴയാണ്, പ്രളയമാണ് നമ്മുടെ നാടുകളിൽ. ഏതൊരു സ്ഥാപനത്തിൽ, എത്ര ചെറിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരു കൺസ്യൂമർ ലോൺ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ്. സോ അത്തരമൊരു സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് പൊതുജനങ്ങളുടെ പണമാണ്, അതായത് അവരുടെ ഡെപ്പോസിറ്റായിട്ട് വന്നിട്ടുള്ള പണം തന്നെയാണ് അവർ നമുക്ക് ലോണായിട്ടും തരുന്നത്. സോ അത്ര അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അവർക്കപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സ്കോറിംഗ് സിസ്റ്റങ്ങളെയാണ്. അവരത് കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക, അപ്പോൾ ബാങ്ക് നമുക്ക് വായ്പ അനുവദിക്കും. സോ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.